നമസ്കാരം. 2008 മുംബൈ ഭീകരാക്രമണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണങ്ങളിലൊന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഏകദേശം 170 നിരപരാധികൾ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണത്തിന് ശേഷം രാജ്യം മുഴുവൻ നടുങ്ങിയ സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ യോഗങ്ങളിൽ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി നേരിട്ടുള്ള സൈനിക തിരിച്ചടി നൽകണമെന്ന് അന്നത്തെ എയർഫോഴ്സ് ചീഫ് ഫാലി ഹോമി മേജറും റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളും ശക്തമായി ആവശ്യപ്പെട്ടിരുന്നതായി പിന്നീട് വെളിപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഇന്റലിജൻസിനും എയർഫോഴ്സിനും വ്യക്തമായി അറിയാമായിരുന്നുവെന്നും ആക്രമണം നടത്താൻ സേന പൂർണ്ണമായും തയ്യാറായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്ന ഭീതിയും അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടി അന്നത്തെ കോൺഗ്രസ് സർക്കാർ സൈനിക നടപടി ഒഴിവാക്കി നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നിലപാടിലേക്കാണ് ഒടുവിലെത്തിയത്. ഈ തീരുമാനം 2019 മുൻ എയർഫോഴ്സ് ചീഫ് BS ധനോവ ടെക്നോവൻസ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് പരസ്യമായി പറഞ്ഞതോടെയാണ് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചത്. 170 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇന്ത്യ നൽകിയ യഥാർത്ഥ തിരിച്ചടി എന്തായിരുന്നു എന്ന ചോദ്യം ശക്തമായി ഉയർന്നു. സുരക്ഷാ വിദഗ്ധർ പറയുന്നത് പാകിസ്ഥാൻ പോലും ഒരു സൈനിക പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിക്കാതിരുന്നത് അവരെ അത്ഭുതപ്പെടുത്തിയതായും ഇന്ത്യയുടെ ഈ നയതന്ത്ര സമീപനം പാകിസ്ഥാനെ കൂടുതൽ ധൈര്യമാക്കിയതായും തുടർന്ന് ഇന്ത്യയിൽ തുടർച്ചയായി നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയതായുമാണ്. ഇതോടെയാണ് കോൺഗ്രസ് സർക്കാർ ഭീകരവാദത്തെ നേരിടുന്നതിൽ നട്ടെല്ലില്ലായ്മ കാണിച്ചുവെന്ന വിമർശനം ശക്തമായത്. മറുവശത്ത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനം അങ്ങ് മാറി. ഉറി ആക്രമണത്തിന് ശേഷം പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലക്കോട്ടിൽ ഇന്ത്യൻ എയർഫോഴ്സ് എയർ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തതോടെ ഇന്ത്യ സഹിക്കുക എന്ന നിലപാടിൽ നിന്ന് തിരിച്ചടിക്കുക എന്ന നിലപാടിലേക്കാണ് മാറിയതെന്ന് BJP പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. പാകിസ്ഥാൻ ആണവ രാഷ്ട്രമായിരിക്കെ തന്നെ ഇന്ത്യ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതും ഭീകരവാദത്തിന് മറുപടി നൽകുന്നതിൽ ഭയമില്ലാത്ത നിലപാട് സ്വീകരിച്ചതുമാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. അതേ എയർഫോഴ്സ്, അതേ റോ, അതേ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ ഇരിക്കെ സർക്കാർ മാറിയപ്പോൾ ദേശീയ സുരക്ഷാ നയവും ഫലവും മാറിയെന്നാണ് BJP പറയുന്നത്. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തവരും നേതൃത്വം നൽകിയവരുമായ നിരവധി പേർ പിന്നീട് പാകിസ്ഥാനിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവങ്ങളും ഈ ശക്തമായ സുരക്ഷാ നയത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത്. നഗരങ്ങളിൽ ബോംബ് പൊട്ടുമോ എന്ന ഭയം കൂടാതെ സാധാരണക്കാർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചതാണ് BJP ഭരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്നും പാർട്ടി അവകാശപ്പെടുന്നു. ഇതെല്ലാം ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും BJP വിമർശനം കടുപ്പിക്കുകയാണ്. എയർഫോഴ്സ്, രഹസ്യാന്വേഷണ ഏജൻസികളും പാകിസ്ഥാനെതിരെ തിരിച്ചടി വേണമെന്ന് പറഞ്ഞിട്ടും അന്ന് പേടിച്ച് പിന്മാറിയവരാണ് ഇന്ന് ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന പരിഹാസത്തോടെയാണ് ഭരണപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഒളിച്ചിരിക്കുന്ന ആണുങ്ങളെ ഫോസ്ലെ കുടുംബം സൃഷ്ടിച്ചിട്ടില്ല എന്ന ശിവാജി കാലത്തെ കഥയെ ഉദ്ധരിച്ച് ഒളിച്ചിരിക്കുന്ന ആണുങ്ങളെ RSS സൃഷ്ടിച്ചില്ല, അങ്ങനെയുള്ളവരെ BJP നൽകിയിട്ടുമില്ല എന്ന രാഷ്ട്രീയ സന്ദേശവും ശക്തമായി ഉയരുന്നത്. ഇതോടെ മുംബൈ ആക്രമണം മുതൽ ബാലാക്കോട്ട് വരെ നീളുന്ന ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നയം സർക്കാർ മാറിയപ്പോൾ എങ്ങനെ മാറിയെന്ന ചർച്ച വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി TV.